നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളോട് സുഖമായിരിക്കുന്നു. ഇന്ന് എന്റെ മുഖത്ത് ഭയങ്കര ചിരിയുണ്ട്. എന്താന്ന് മനസ്സിലായാലും ഇത് 7ാമത്തെ ദിവസമാണ്. ചേട്ടന് വിശ്വാസം തോന്നല്ലേ? ഡയറ്റ് കഴിഞ്ഞതിന്റെ ചിരി. ഡയറ്റ് കഴിഞ്ഞിട്ട് ചിരി. ഡയറ്റ് കഴിഞ്ഞിട്ട് കണ്ട കഷ്ടമുണ്ട് കേട്ടോ. ചാഞ്ചന കവളൊക്കെ തീർത്തല്ല. സാറല്ലേ, കവല ഒട്ടിന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ കവല ചീർപ്പിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് 7ാമത്തെ ദിവസത്തെ ഡയറ്റാണ്. നമ്മുടെ ഫൈനൽ ഡേ ആണെന്ന്. അപ്പൊ ഇന്ന് ചീറ്റ് ഡേയും കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും കുറച്ചും കൂടി സന്തോഷമുള്ള ഒരു ദിവസമാണ്. 6ാമത്തെ ദിവസം വരെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഡയറ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് തന്നെയാണ്. നമ്മുടെ നോർമൽ ഭക്ഷണം ചെറിയ പോഷൻ കണ്ടോട് മാത്രം ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ 7th ഡേ എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ ചീറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ചീറ്റ് ചെയ്യരുത്. നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കും, വേണോ വേണ്ടയോ, നാളേക്കും നമുക്ക് വണ്ണം കുറയ്ക്കേണ്ടതാണെന്ന് ചിന്തിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പൊ ഞാൻ ചെറിയ രീതിയിൽ ഇന്ന് കാണിച്ചിട്ടുണ്ട്. ചെറിയ എന്താ പറയാ, നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ആഹാരം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചീറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 6 ദിവസം കാണിച്ചില്ല, അതിന്റെ ഒരു സംഭവം എടുത്തിട്ട് 7ാമത്തെ ദിവസം കഴിച്ചാൽ ചീറ്റ് ചെയ്യാൻ നല്ലത് ആണല്ലേ. ചീറ്റ് ചെയ്ത് കുറച്ച് ടേസ്റ്റ് വൈസ് എങ്കിലും ചീറ്റ്, ക്വാണ്ടിറ്റി കുറച്ച് മതി. ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും ആഗ്രഹമുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചീറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോഴാ പിന്നത്തെ 6 ദിവസം പോകാനുള്ള ഒരു ഊർജ്ജം കിട്ടുള്ളൂ. ഫൈൻ, ഓക്കെ, അങ്ങനെ വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഇന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ചീറ്റ് ഡേ ആണെങ്കിൽ പോലും കുറച്ച് കഴിച്ചപ്പോഴേക്കും മതിയായി. മേ ബി എന്താണെന്നറിയില്ല. പിന്നെ നിങ്ങൾ വീണ്ടും 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 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും 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 ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ചോദിച്ചു തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോയി എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞതൊക്കെ ചിലപ്പോൾ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കുറച്ച് കുട്ടികൾ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും ഞാൻ എന്തെങ്കിലും സംശയങ്ങൾക്ക് ഉത്തരം, അതായത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. ചോദിക്കാത്ത ചോദ്യങ്ങൾ കേട്ടോ. അപ്പൊ അതിലൊരു ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 2 പേരേ ഉള്ളൂ വീട്ടില്. അപ്പൊ ഡയറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ 4 ടേബിൾ സ്പൂൺ ചോറല്ലേ കഴിക്കുന്നത്. അപ്പൊ 4 ടേബിൾ സ്പൂൺ ചോറ് എങ്ങനെ കുക്ക് ചെയ്യും എന്നാണ് ഒരു കുട്ടിയുടെ ചോദ്യമായിരുന്നത്. 4 ടേബിൾ സ്പൂൺ ചോറായിട്ട് കുക്ക് ചെയ്യണമെന്നില്ല. 1/2 ഗ്ലാസ് ചോറ് എടുത്ത് നമുക്ക് കുക്ക് ചെയ്യാം. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കാത്ത ഭക്ഷണം കഴിക്കുന്നവര് എനിക്കറിയില്ല. 4 ടേബിൾ സ്പൂൺ കുക്ക് ചെയ്യണം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ പിന്നെ നന്ദുവും പ്രീതിയൊക്കെ ഉള്ളവരും അവർ കഴിച്ചോളും. എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അതുപോലെ തന്നെ ചപ്പാത്തി ആണെങ്കിലും ഒരു ചപ്പാത്തിയിലും ഞാൻ 2 ചപ്പാത്തി, മൊത്തം 3 ചപ്പാത്തി നമുക്ക് കൂടുതലും ഉണ്ടാക്കി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ചൂടാക്കി കഴിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഡെയിലി ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. അതുപോലെ തന്നെ തൈറോയിഡ് ഉള്ള പേഷ്യൻസിന് രാവിലെ തന്നെ അവർക്ക് മരുന്ന് കഴിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ACV വാട്ടർ എപ്പോൾ കുടിക്കണം, അതായത് ആപ്പിൾ സിഡാർ വിനിഗർ എപ്പോൾ കുടിക്കണം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നിന്നിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ നിന്നി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മരുന്ന് കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ ഗ്യാപ്പ് എടുക്കുക, എന്നിട്ട് ACV വാട്ടർ കുടിച്ചാൽ മതി. അപ്പോൾ ACV വാട്ടർ കുടിച്ചിട്ട് വീണ്ടും നിങ്ങൾ 2 മണിക്കൂർ എന്താ പറയാ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യേണ്ട. 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് എനിക്ക് കിട്ടിയ ഉത്തരം. പിന്നെ ഞാൻ ഇപ്പോഴും പറയാണ്, ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി നിന്നി തന്ന ഡയറ്റാണ്. ഇത് എല്ലാവർക്കും ശരിയായിക്കൊള്ളണമെന്നില്ല. പിന്നെ ACV വാട്ടർ ചിലപ്പോൾ അസിഡിറ്റി ഉണ്ടാക്കും. അങ്ങനെയുള്ളവർ ഇത് കഴിക്കാതിരിക്കുക. പിന്നെ എനിക്ക് പൂർണ്ണമായി ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊന്നും അറിയില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് ഡയറ്റ് ചോദിച്ചു, ഞാൻ പറഞ്ഞൊന്നല്ലാതെ വേറൊന്നും നിങ്ങൾ ഇങ്ങനെ അത് ശരിയായില്ല ചേച്ചി, എനിക്ക് ഇന്ന ഇഷ്യൂ എന്നൊന്നും എന്നോട് പറയാൻ നിൽക്കരുത് കേട്ടോ. എനിക്ക് മാക്സിമം നിങ്ങളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. മാക്സിമം ഞാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജാൻചേട്ടന്റെ ഡയറ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വ്ളോഗ് വരുന്നുണ്ട്, അതിൽ നമ്മൾ ജാൻചേട്ടൻ തന്നെ പറയുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെജിറ്റേറിയൻകാർക്ക് മാത്രമല്ല നോൺ വെജ് ഫോളോ ചെയ്യാൻ പറ്റുന്നതിന്റെ ഡയറ്റിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി. 1 മുതൽ 7 വീഡിയോ വരെ നിങ്ങൾ കാണുക. ദയവേത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം എന്താ പറയുക ഡൗട്ടൊക്കെ ഒഴിവായി കിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ഈ ഡയറ്റിന്റെ പല വേർഷൻസും, അതായത് ഡയറ്റ് ആയിട്ടല്ല, ചില റെസിപ്പീസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വരും വീഡിയോസിലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മെനുവിലോട്ട് നേരെ കടക്കാം. അപ്പോൾ വീഡിയോസ് നമുക്ക് കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ 7th ഡേ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, സ്മൂത്തിയാണ്. സ്മൂത്തി എന്ന് പറയുമ്പോൾ പാലും തൈരൊന്നും ഒഴിക്കാത്ത സ്മൂത്തിയാണ് എൻ്റെ അടുത്ത് നിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അവോക്കാഡോ, പഴം, അതുപോലെ തന്നെ ബദാം, വാൾനട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. വാൾനട്ടിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതേസമയം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, വെള്ളമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതേസമയം തൈരോ പാലോ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ചിയ സീഡ്സും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ബനാന, അവോക്കാഡോ,
3 ആൽമണ്ട്സ്, 3 വാൾനട്ട്, 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്സ്, 1 ടീസ്പൂൺ ചിയ സീഡ്സ്, വാട്ടർ. അപ്പം ഞാൻ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിച്ചിട്ടില്ല, ചിയ സീഡ്സ് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ. ഇതാണ് താഴെ കാണുന്നതാണ് ചിയ സീഡ്സ്. അപ്പോൾ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഇതിൽ അവക്കാഡോ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഒരു സ്മൂതി കഴിക്കാം രാവിലെ തന്നെ. പിന്നെ ആസ് യൂഷ്വൽ 11 മണിക്ക് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം വിത്ത് ചിയ സീഡ്സ്. പിന്നെ ഉച്ചയ്ക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള ബിരിയാണി അല്ലെങ്കിൽ ബിരിയാണി എന്താണ് താല്പര്യം അതനുസരിച്ച് കഴിക്കാം. പക്ഷേ ഒരുപാട് കഴിക്കരുത്, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ക്വാണ്ടിറ്റി ഒരുപാട് കൂട്ടരുത് കേട്ടോ. കാരണം നമ്മൾ ഇത്രയും 6 ദിവസം ചെയ്തത് മുഴുവനും ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ അങ്ങ് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ വരും. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിത് കുടിക്കട്ടെ. ഹലോ കുട്ടികളെ, എൻ്റെ ചീറ്റ് മീൽ അതായത് ലഞ്ച് ഇതാണ്. നിങ്ങളിത് കാണുമ്പോൾ വൈറ്റ് റൈസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കരുത്. കാരണം ഇതെന്താണെന്ന് അറിയാമോ? ഇത് തേങ്ങാപ്പാൽ ചോറാണ് കേട്ടോ. തേങ്ങാപ്പാൽ ചോറും നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ ഗ്രേവിയാണിത്. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ്. നമ്മുടെ നന്ദുവിൻ്റെ, അതായത് ആത്തുമോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കോമ്പിനേഷനാണ് കേട്ടോ ഈ കോക്കനട്ട് മിൽക്ക് റൈസും ഈ ചിക്കൻ റോസ്റ്റും. അതുകൊണ്ട് അവന് കുറേ ദിവസമായി പറയണ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ എന്തായാലും ഉണ്ടാക്കി. അപ്പോൾ അതിൽ നിന്ന് ഗ്രേവി മാത്രം എടുത്തു. അതേസമയം വെജിറ്റേറിയൻസ് ആണെങ്കിൽ മഷ്റൂം റോസ്റ്റ്, സോയ റോസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളിഫ്ലവർ റോസ്റ്റ്, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഇന്ന് കഴിക്കാം. ഇതന്നെ വേണമെന്നൊന്നുമില്ല. ബിരിയാണി ആണെങ്കിൽ ബിരിയാണി കഴിക്കാം. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്വാണ്ടിറ്റി. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ ചോറിന് വരായിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബിരിയാണി ആണെങ്കിലും ഒരു ഫുൾ ബിരിയാണി കഴിക്കാതിരിക്കുക, ഹാഫ് ബിരിയാണി കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൽ കഴിക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സേമിയ പായസം എടുത്തിട്ടുണ്ട്. ചെറിയൊരു കട്ടോരി. നമുക്കങ്ങനെ ഒരു ക്രേവിങ് തോന്നുകയാണെങ്കിൽ അതൊക്കെ സേമിയ പായസം കഴിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. കുമ്പറോ അല്ലെങ്കിൽ സാലഡ് എന്തെങ്കിലും കഴിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അതിലൊന്നും ഒരു മാറ്റമൊന്നുമില്ല. ACV വാട്ടർ കുടിക്കാൻ, അതായത് ആപ്പിൾ സിഡാർ വിനീഗർ വാട്ടർ അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസ് കുടിക്കാൻ മറക്കരുത്. അതെല്ലാം അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. ഈ ദിവസം ഈ നേരത്തെ മാത്രം നിങ്ങൾ ചീറ്റ് ചെയ്താൽ മതി. രാത്രി ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡും അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ഡിന്നർ നമ്മുടെ ബട്ടൂരയും ചന മസാലയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. പിസ്സ വേണമെങ്കിൽ പിസ്സ കഴിക്കാം, ബർഗർ വേണമെങ്കിൽ കഴിക്കാം, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. പക്ഷേ ക്വാണ്ടിറ്റി നോക്കി കണ്ടൊക്കെ ചെയ്യുക. ഫ്രൈഡ് റൈസ് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഉച്ചയ്ക്ക് നമ്മൾ റൈസ് കഴിച്ച കാരണം ഞാൻ പിന്നെ റൈസ് കഴിക്കുന്നില്ല. രാത്രി റൈസ് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെർട്ടിക്കുലർ ഇന്ന ഭക്ഷണം വേണമെന്നൊന്നുമില്ല ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് നോക്കിയും കണ്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. നാളെ തൊട്ട് വീണ്ടും നിങ്ങൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എപ്പോഴാണ് നിങ്ങളുടെ വണ്ണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് എത്തുന്നത് ആ സമയത്ത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് തികച്ചും വീണ്ടും പറയാണ്, എൻ്റെ ഒരു ഡയറ്റാണ്. അപ്പോൾ എന്തെങ്കിലും എനിക്ക് കറക്റ്റായി വന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതാവണമെന്നില്ല. അപ്പോൾ ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് അല്ല. എനിക്ക് അങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല. എന്നാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം അത് ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളിപ്പോൾ ഡയറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര വെയിറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ അത് എത്ര ദിവസം കൊണ്ടാണ് കുറഞ്ഞത്, അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്കും കൂടി അതൊരു ഒരു പ്രചോദനമായിരിക്കും, ഒരു പ്രോത്സാഹനമായിരിക്കും. വീണ ചേച്ചിക്കും അതൊരു സന്തോഷമായിരിക്കും. അപ്പോൾ അത് നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അപ്പോൾ ഈ സീരീസ് ഇവിടെ നിർത്തുകയാണ് ഞാൻ. അപ്പോൾ ജാൻചേട്ടൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഡയറ്റ് ഫ്രണ്ട്ലി റെസിപ്പീസ് ഞാൻ തീർച്ചയായിട്ടും ഇടാം. നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഉറപ്പ് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ, നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ അഭ്യാസം കാണിക്കരുത്. ഇതാണ് ഒരു ഭാര്യ കുഴപ്പമില്ല പിന്നെ അതങ്ങനെ പറഞ്ഞാൽ പോരെ. പിന്നെ കണ്ട എന്നെ പേടിപ്പിക്കുന്നത് കണ്ട നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ? എല്ലാവർക്കും പാവം ചാഞ്ചേട്ടാ പാവം എനിക്ക് ചേച്ചി കാര്യം കാണുന്നില്ല. അച്ഛടാ ഓക്കെ ആണോ?